Hey everyone, welcome back to my channel. Okay, today we are going to chapter 7, that is forms in React.js. Okay, പേടിക്കണ്ട ഇംഗ്ലീഷിലൊന്നല്ല. നമ്മൾ ഫോംസ് ഇൻ റിയാക്ട് ജെയ്സ്. നമ്മൾ റിയാക്ട് ജെയ്സില് ഫോംസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഫോം എന്താണ് നമ്മൾ HTML ഒക്കെ പഠിച്ചതാണ്. എന്നാൽ JSX വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഫോമിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് വീഡിയോ ഇസ് എക്സ്പെഷ്യലി ഫോർ ദ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു പറയേണ്ട കാര്യം എന്താണ്? എടുത്തു പറയുന്നത് എന്തിനാന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് വീഡിയോ ഏകദേശം ബിഗിനറിന്റെ ആ ഒരു ലെവലൊക്കെ കഴിഞ്ഞ് ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്നവർ കാണുവാണെങ്കിൽ കുറച്ച് ബോറിംഗ് ആയിരിക്കും. അതായത് അവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിഗിനറിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ A to Z കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ വെറുതെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ല. അവർക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണം ഓരോ സ്റ്റെപ്സും ഹാൻഡിൽ ചെയ്ത് അതിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അങ്ങനെയാണ് സാധാരണ എന്റെ വീഡിയോസ് ചെയ്യാറുള്ളത്. ഒരു ബിഗിനറിന് വേണ്ടിയിട്ടാണ് മിക്കപ്പോഴും ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. അപ്പം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് കുറച്ച് ബോറിംഗ് ആയിരിക്കും. എന്നാലും വേണ്ടിയില്ല. നമ്മള് ബിഗിനേഴ്സിനെ നമ്മളിങ്ങനെ ഒന്ന് ലെവലപ്പ് ചെയ്തെടുക്കാനാണ് നമ്മളുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ളവരൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ടുന്ന കണ്ടന്റ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. And today we are discussing about the topic forms in React.js. സോ നമ്മൾ ഈ ഫോം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തോട്ട് ജമ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാല് അപ്പൊ നമുക്ക് നമ്മളുടെ ഇന്നലത്തെ ക്ലാസ്സിലോട്ട്, ഇന്നലെ മീൻസ് കഴിഞ്ഞ പ്രീവിയസ് ചാപ്റ്ററിലോട്ട് ഒന്ന് ജമ്പ് ചെയ്ത് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എത്തി നോക്കുവാണെങ്കിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? പ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലേ? പ്രോപ്പർട്ടീസ്. അപ്പം ഇപ്പൊ പുതുതായിട്ടാണോ എന്റെ ചാനലിൽ വന്നത്? അങ്ങനെ ആണെങ്കിൽ നമ്മളുടെ ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഇത് നമ്മളിപ്പം 6th ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു 7th ആണെന്ന് തോന്നുന്നു, ഏത് ചാപ്റ്റർ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു കണ്ടിന്യൂഷൻ ഉള്ള ആ ഒരു ലൂപ്പ് ഒന്ന് കണ്ടിട്ട് വന്നതിന് ശേഷം ഇതിനകത്തോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തിനായിരുന്നു പ്രോപ്സ് യൂസ് ചെയ്തത്? ഒരു കമ്പോണന്റിൽ നിന്നും മറ്റൊരു കമ്പോണന്റിലോട്ട് ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ ഡേറ്റാനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോംസ് യൂസ് ചെയ്തത്, അല്ലെ? എന്നാൽ നമ്മള് ഈ ഒരു ഫോം പഠിക്കുന്നതിന് മുന്നേ നമ്മളൊരു ടോപ്പിക് പഠിക്കണം എന്ന് പറഞ്ഞു. മസ്റ്റ് ആയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടോപ്പിക് ഉണ്ട് ഫോം പഠിക്കുന്നതിന് മുന്നേ. കാര്യം നമ്മൾ ഫോമിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പം അത് പഠിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഫോം പഠിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. ഓക്കെ. അപ്പം ഞാനിവിടെ പ്രോപ്സിനെ പറ്റി പറയാൻ കാര്യം എന്ന് വെച്ചാൽ, പ്രോപ്സ് പോലെ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റേറ്റ് എന്ന് പറയും. സ്റ്റേറ്റ്. ഓക്കെ. സോ പ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ട്രാൻസ്ഫർ വേണ്ടിയിട്ടാണ്, ഡേറ്റ ആക്സസിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് സ്റ്റേറ്റും യൂസ് ചെയ്യുന്നത്. ഡേറ്റാനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റും യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ പിന്നെ എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാല്, നമ്മൾ പ്രോപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പോണന്റിൽ നിന്നും മറ്റൊരു കമ്പോണന്റിലോട്ട് നമ്മൾ ഡേറ്റാനെ ആക്സസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു നമുക്ക് പറയാം. പക്ഷെ സ്റ്റേറ്റിന് നമുക്ക് ആ ഒരു വിത്തിൻ ദ കമ്പോണന്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആക്സസ് ചെയ്യുന്നത്. സ്റ്റേറ്റിനകത്ത് ഒരു ഡേറ്റ കാണും. ആ ഡേറ്റാനെ ആ ഒരു കമ്പോണന്റിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഡേറ്റനെ യൂസ് ചെയ്യാം, ഡേറ്റനെ അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല. സ്റ്റേറ്റിന് നമുക്ക് ആ ഒരു കമ്പോണന്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമുക്ക് പറ്റും. എങ്ങനെയാണ്? വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കൊണ്ട് നമുക്ക് സ്റ്റേറ്റിനെ മറ്റൊരു കമ്പോണന്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പം അറിയണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ലെവലപ്പ് ആവണം, കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ അത് ആ ഒരു ലെവലിലോട്ട് പോകണ്ട. ഇപ്പൊ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചു പോകാം. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് സ്റ്റേറ്റ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അത് നമുക്കൊന്ന് പഠിക്കണം, എന്താണ് സ്റ്റേറ്റ്. സോ അതിന് വേണ്ടിയിട്ട് പിന്നെ എന്റെ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുവാണ്. ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ റിയാക്റ്റില് ഹുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നാം പറയുന്നതാണ് ഹുക്സ്. ഓക്കെ. റിയാക്ട് ജെയ്സിലെ ഹുക്സ് എന്ന് പറയുന്നത് അതറിഞ്ഞാലേ നമുക്ക് റിയാക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം, അതായത് യൂസ് സ്റ്റേറ്റ് ഹുക്ക്, ഈ ഒരു സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ സാധനം വളരെ വൃത്തിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കടക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ വീണ്ടും യൂസ് സ്റ്റേറ്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. കാര്യം അത്രയും ബിഗിനേഴ്സിന് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണ് യൂസ് സ്റ്റേറ്റ് ഹുക്കിന്റെ വീഡിയോ. അപ്പം അത് ഞാൻ ഇവിടെ റിക്കമെൻഡ് ചെയ്യുന്നത്. അത് കണ്ടതിന് ശേഷം ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ, ബാക്കി കാണണ്ട. ഓക്കെ. ഇത്രയും ഒന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം.
അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു വീഡിയോയിലോട്ട് വരാവൂ. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഡയറക്റ്റ് ആയിട്ട് പോയി യൂസ് സ്റ്റേറ്റ് കണ്ടിട്ട് വരിക. മടി കാണിക്കരുത്. മടി കാണിച്ചാൽ ആർക്കാ നഷ്ടം? നിങ്ങൾക്കാ നഷ്ടം. അതുകൊണ്ട് ഡയറക്റ്റ് പോയി യൂസ് സ്റ്റേറ്റിന്റെ വീഡിയോ കാണുക. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ യൂസ് സ്റ്റേറ്റ് ഹുക്കിന്റെ വീഡിയോ കാണുമ്പോൾ ബാക്കി പല ഹുക്സിന്റെയും റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് വരും. അതായത് എന്റെ തന്നെ വീഡിയോ റെക്കമെൻഡേഷൻസ് വരും. അതൊന്നും എടുത്ത് ഇപ്പോഴേ കാണാൻ നിൽക്കണ്ട. യൂസ് സ്റ്റേറ്റ് മാത്രം കണ്ടാൽ മതി. കാര്യം ബാക്കിയുള്ളതൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഇപ്പൊ തൽക്കാലം നമുക്ക് യൂസ് സ്റ്റേറ്റ് ആണ് പഠിക്കേണ്ടത്. സോ യൂസ് സ്റ്റേറ്റ് മാത്രം കണ്ടിട്ട് വരിക. ഓക്കെ, ഓക്കെ. ഇനി നിങ്ങൾക്ക് യൂസ് സ്റ്റേറ്റിന്റെ കണ്ടു, ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് യൂസ് സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ഫോമിലോട്ട് പോകാം. റിയാക്റ്റില് ഫോം എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മൾ ഫോംസ് യൂസ് ചെയ്യുന്നത്? റിയാക്റ്റിൽ ഫോംസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റിയാക്റ്റിൽ എന്നല്ല, ഏതൊരു ലാംഗ്വേജിൽ ഫോംസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വെബ് പേജുമായിട്ട് യൂസറിന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം യൂസ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ഡേറ്റാസിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡേറ്റ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റേറ്റിന്റെ കാര്യം. സോ ഡേറ്റ എവിടെ ഉണ്ടോ അവിടെ നമുക്ക് സ്റ്റേറ്റ് വേണം. സോ സ്റ്റേറ്റ് പഠിച്ചെങ്കിൽ ഫോംസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ വെബ് പേജുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് യൂസറിന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ റിയാക്റ്റിൽ നമുക്ക് ഫോംസ് ആഡ് ചെയ്യണമെങ്കിൽ എല്ലാ കമ്പോണന്റും യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫോംസും നമ്മുടെ റിയാക്റ്റിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഫോം ടാഗ് ഓപ്പൺ ചെയ്യുക. നമ്മളുടെ HTML ഉള്ളതുപോലെ തന്നെ ഒരു ഫോം ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തു. ആൻഡ് നമുക്കൊരു യൂസർ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. സോ ലേബൽ, നമ്മളുടെ എലമെന്റ്സും കാര്യങ്ങളൊക്കെ JSXൽ സെയിം തന്നെയാണല്ല, പക്ഷെ ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത് എംപ്റ്റി ടാഗിനെ ഒന്ന് സെൽഫ് ക്ലോസ് ചെയ്തിരിക്കണം. അതേപോലെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെയാണ് ഉള്ളത്. അത് ഞാൻ JSXന്റെ ക്ലാസ്സിൽ കഴിഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കട്ടോ, ഇനിയും ഡിഫറൻസ് വരുവാണെങ്കിൽ നമ്മളത് പഠിച്ചിരിക്കും. ഓക്കെ, സോ ലേബൽ കൊടുക്കാം. ഞാൻ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ലേബൽ കൊടുത്തു. ആൻഡ് ഒരു ഇൻപുട്ട് ഫീൽഡും കൂടെ കൊടുക്കുകയാണ്. ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു എംപ്റ്റി ടാഗാണ്, പക്ഷെ നമ്മുടെ റിയാക്റ്റിൽ വരുമ്പോൾ അതിനെ സെൽഫ് ക്ലോസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇറവ് വരും. സോ ഒരു ഇൻപുട്ട് ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ സേവ് ചെയ്ത് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഒരു ഫീൽഡ്, നമുക്കൊരു ഫോം ഇവിടെ ക്രിയേറ്റ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു ഫോം എന്ന് പറയുന്നത് എല്ലാ ഇതിലെയും ഫോമിനെ പോലെ വർക്ക് ചെയ്യും. നമ്മളൊരു ബട്ടൺ ഉണ്ടെങ്കിൽ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോം സബ്മിറ്റ് ആവും, നമ്മളുടെ പേജ് റിഫ്രഷ് ആവും. ഓക്കെ, പക്ഷേ റിയാക്റ്റിൽ നമുക്ക് ഇതല്ല വേണ്ടത്. ഇത് സംഭവം ഫോം സബ്മിറ്റ് ചെയ്യണം, ഡേറ്റ കൺട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കണം. പക്ഷെ നമ്മൾ റിയാക്ട് തന്നെ ആയിരിക്കണം ആ ഒരു ഫോമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഈ ഫോമിൽ നമ്മൾ റിയാക്റ്റിൽ ഫോം യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ട്. ആ ബിഹേവിയർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ശരി, അതിന് ഇത്തിരി കുഴപ്പം കൂടുതലാണെന്ന് കരുതിയാൽ മതി. പക്ഷെ നമ്മൾ ആ ഒരു കുഴപ്പത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റിയാക്ട് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പം അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഡീഫോൾട്ട് ബിഹേവിയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ റിയാക്ട് ആയിരിക്കും ഈ ഒരു ഫോമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മളുടെ ഡീഫോൾട്ട് ബിഹേവിയർ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കിയിട്ട് വരാം. എന്തുകൊണ്ടാണ് ആ ഒരു ഡിഫോൾട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്, എന്താണ് അതിന്റെ ആ ഒരു കുഴപ്പം എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, ആൻഡ് HTML എങ്ങനെയാണ് ഒരു ഫോമിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഡോം ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഡോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ. ആ ഒരു ഡോക്യുമെന്റ് ആയിരിക്കും ആ ഒരു ഫോമിനെ ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാൽ റിയാക്റ്റില് ഫോം ഹാൻഡിൽ ചെയ്യുന്നത് അതിലെ കമ്പോണന്റ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അതിൽ തമ്മിലുള്ള ഡിഫറൻസ്. അങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനൊരു കുറച്ച് ഡിഫോൾട്ട് ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്ത് വരണം. ഓക്കെ, ആൻഡ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. ഞാനിപ്പോ പറഞ്ഞല്ലോ നമ്മളുടെ റിയാക്റ്റില് ഫോമിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ കമ്പോണന്റ് ആണെന്ന്. അങ്ങനെ കമ്പോണന്റ് വെച്ചിട്ട് നമ്മൾ ഫോമിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതിന്റെ ഡേറ്റാസ് സ്റ്റോർ ആവുന്നത് കമ്പോണന്റിന്റെ സ്റ്റേറ്റിനകത്തായിരിക്കും ഡേറ്റ സ്റ്റോർ ആവുന്നത്. ഓക്കെ, നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞല്ലോ, ആ സ്റ്റേറ്റിനകത്തായിരിക്കും നമ്മളുടെ ഫോമിന്റെ ഡേറ്റാസ് സ്റ്റോർ ആവുന്നത്. ഓക്കെ, നമ്മള് ഫോംസിന്റെ രീതിയിൽ സ്റ്റേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഫീൽഡിലും യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റാനെ ട്രാക്ക് ചെയ്യുന്നത് നമ്മൾ യൂസ് സ്റ്റേറ്റ് വെച്ചിട്ടായിരിക്കും ആ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ റിട്രീവ് ചെയ്യുന്നത് നമ്മളുടെ സ്റ്റേറ്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ് നമ്മൾ റിയാക്റ്റില് കമ്പോണന്റ് ആണ് നമ്മളുടെ ഫോമിനെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ ഡേറ്റാസ് പോയിട്ട് സ്റ്റോർ ആവുന്നത് കമ്പോണന്റ് സ്റ്റേറ്റിലായിരിക്കും.
അപ്പോൾ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഡേറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളുടെ ഇൻപുട്ട് ഫീൽഡിലെ ഡേറ്റാസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് സ്റ്റേറ്റ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ഒരു യൂസർ നെയിം ആണ്. സോ ഈ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിനെ ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്ക് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ സ്റ്റേറ്റിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഇല്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ നമുക്ക് നമ്മളുടെ സ്റ്റേറ്റിനെ ഇവിടെ വിളിക്കാം. ആൻഡ് ഓക്കെ, സോ സ്റ്റേറ്റിന്റെ 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. നെയിമിന് വേണ്ടിയിട്ടായതുകൊണ്ട് നെയിം എന്നും കൊടുക്കുന്നു, ദെൻ സെറ്റ് നെയിം എന്നും കൊടുക്കുന്നു. അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനും കൊടുത്തു, ദെൻ ഇനിഷ്യൽ വാല്യൂ ഇവിടെ കൊടുത്തു. ഇനിഷ്യൽ വാല്യൂ തൽക്കാലം ഞാൻ എംടി ആയിട്ട് കൊടുക്കുകയാണ്. ഒരു എംടി സ്ട്രിംഗ് ആണ് ഇവിടെ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് പാസ് ചെയ്യുന്നത്. അതായത് എന്തിനാണ് ഇനിഷ്യൽ വാല്യൂ ഒരു എംടി സ്ട്രിംഗ് കൊടുത്തതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ ഇനിഷ്യലി നമ്മളുടെ ഇൻപുട്ട് ഫീൽഡിൽ ഒന്നുമില്ല. സോ അത് എംടി ആണ്. സോ ഇനിഷ്യൽ വാല്യൂ കൊടുക്കുമ്പോൾ അത് എംടി ആയിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടുള്ളത് നമ്മളുടെ ഇൻപുട്ട് ഫീൽഡിൽ വരിക. എന്നിട്ട് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മളുടെ ഇത് പറഞ്ഞു, നമുക്ക് വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കേർലി ബ്രേസസിനകത്തായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് നമ്മളുടെ ഈ ഒരു നെയിമിനെ ഇവിടെ വിളിക്കാം. സോ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെയിമായിട്ട് സെറ്റ് ചെയ്തു. സോ നെയിമായിട്ട് സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്താലും പ്രത്യേകിച്ച് മാറ്റമൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാര്യം ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു എംടി സ്ട്രിംഗ് ആണ്. സോ എംടി സ്ട്രിംഗ് ആണ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മളുടെ യൂസർ ഇവിടെ ഡേറ്റ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ ആ എൻ്റർ ചെയ്യുന്ന ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. സോ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമെന്ന് നോക്കാം. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇവന്റ് ഹാൻഡ്ലർ ആണ് ഓൺ ചേഞ്ച് എന്ന് പറയുന്നത്. ജാവസ്ക്രിപ്റ്റ് പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, നമ്മൾ കുറെ അല്ലെങ്കിൽ HTML പഠിക്കുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ കുറെ ഇവന്റ് ഹാൻഡ്ലേഴ്സ് നമ്മൾ പഠിക്കാറുണ്ട്. ഓൺ ക്ലിക്ക്, ഓൺ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇവന്റ് ഹാൻഡ്ലേഴ്സ്, ഓൺ സബ്മിറ്റ് ഇവന്റ് ഹാൻഡ്ലേഴ്സും അതിന്റെ യൂസും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് ഹാൻഡ്ലർ ആണ്. സോ നമ്മൾ ഇവിടെ ഒരു ഇവന്റ് നടക്കാൻ പോവാണ്. അതായത് നമ്മളുടെ യൂസർ എൻ്റർ ചെയ്യുന്നത് കുറച്ച് ഡേറ്റ എൻ്റർ ചെയ്യുന്നു. അതൊരു ഇവന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ഡേറ്റാനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ഇവന്റ് ഹാൻഡ്ലർ ആണ് ഓൺ ചേഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ ഇൻപുട്ട് ഫീൽഡിൽ വരും. അത് ഇൻപുട്ട് ഫീൽഡിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓൺ ചേഞ്ച്. ആൻഡ് ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നമ്മളിവിടെ HTML ഇതിവിടെ ക്യാപ്സ് ഒന്നും കൊടുക്കത്തില്ല. ഓൺ ചേഞ്ച് ഒന്നും ഡയറക്റ്റ് ആയിട്ട് എഴുതത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ JSXൽ യൂസ് ചെയ്യുമ്പോൾ ക്യാമൽ കേസിംഗ് ആണ് വരുന്നത്. ഓൺ ക്ലിക്ക് ആണെങ്കിലും എന്താണെങ്കിലും ക്യാമൽ കേസിംഗ് ആയിരിക്കും വരുന്നത്. സോ ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമ്മൾ HTML ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യും അല്ലെ. ഇവിടെ നമ്മൾ കേർലി ബ്രേസസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. HTML നമ്മൾ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്ത് അതിനകത്തായിരിക്കും നമ്മൾ പെർഫോം ചെയ്യേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കേർലി ബ്രേസസ് ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ക്യാമൽ കേസിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിവിടെ ഒരു ഇവന്റ് നടക്കാൻ വേണ്ടിയിട്ട് പോവാണെന്ന് പറഞ്ഞു. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ ഒരു ഇവന്റിന് എന്താണ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഒരു ബ്രാക്കറ്റ്സ് കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി, നമ്മൾ ഒരു ഇവന്റിനെ നമ്മൾ പാസ് ചെയ്യാൻ പോവാണ്. സോ അതിന് നമുക്ക് ഒന്നെങ്കിൽ ഇവന്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ന് ജസ്റ്റ് സിംപ്ലി അതിന്റെ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സോ ആ ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റിനകത്ത് നമ്മളൊരു ഇവന്റ് നടന്നു. ആ ഇവന്റിന് നമ്മൾ എന്ത് ചെയ്യാൻ പോകും, ഇവിടെ ഈ ഒരു ഓൺ ചേഞ്ച് യൂസ് ചെയ്ത് നമ്മളുടെ ഡേറ്റാന് ഇവിടെ യൂസർ എന്ത് ഡേറ്റ എൻ്റർ ചെയ്താലും ആ ഡേറ്റാനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം. ഒരു സിംഗിൾ ലെറ്റർ ആയിട്ടായിരിക്കും യൂസർ എൻ്റർ ചെയ്യുന്നത്. ഓരോ ലെറ്റർ എൻ്റർ ചെയ്യുമ്പോഴും ആ ലെറ്റർ വൈസ് ആയിട്ട് നമ്മൾ പോയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഈ ഒരു നെയിമിനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആരോ മാർക്ക് കൊടുക്കുക, ഒരു ആരോ കൊടുക്കുക. അതൊരു ആരോ ഫംഗ്ഷൻ പോലെ കൊടുക്കുന്നു. ദെൻ അതിൻ്റെ അകത്ത് ഇവന്റിനെ പാസ് ചെയ്തു. ദെൻ ആ ഒരു ഇവന്റിനെ വിളിക്കുവാണ് target.value എന്ന് നമ്മൾ കൊടുത്തു. ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഇതെന്ന് പറയുന്നത് എല്ലാത്തിലും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഓരോ ഇൻപുട്ട് ഫീൽഡിലും ആ ഇൻപുട്ട് ഫീൽഡിൽ യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റാനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ സ്റ്റെപ്പാണ് ഇത്. അത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഓൺ ചേഞ്ച് എന്ന് പറയുന്ന ഇവന്റ് ഹാൻഡ്ലർ വെച്ചിട്ടാണ്. ഇവിടെ ഒരു ഇവന്റ് നടന്നു, ആ ഒരു ഇവന്റിൽ കുറച്ച് ഡേറ്റ ഉണ്ടോ, ആ ഡേറ്റാനെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകണം.
ടാർഗറ്റ് ഡോട്ട് വാല്യൂ. എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? വാല്യൂ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻപുട്ട് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെയിം ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. നെയിമിന്റെ ഇനിഷ്യൽ വാല്യൂ നള്ളാണ്. അപ്പൊ ഇപ്പൊ നള്ളാണ്. സോ നമ്മൾ ഡേറ്റ എൻറ്റർ ചെയ്യുമ്പോൾ അവിടെ ഓരോ ഡേറ്റാസ് ആയിട്ട് എൻറ്റർ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ വാല്യൂ ഇവിടെ ഇൻപുട്ട് എന്താണ് ഇവിടെ ചെയ്യുന്നത്? അപ്പൊ ആ ഒരു സ്റ്റേറ്റ് ഇവിടെ അപ്ഡേറ്റ് ആവുന്നു. അങ്ങനെ അപ്ഡേറ്റ് ആവുമ്പോൾ ആ വാല്യൂവിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഒരു കാര്യവും കൂടി, നമുക്കിവിടെ സെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഫംഗ്ഷനെ കൂടി കോൾ ചെയ്തിരിക്കണം. ഓക്കെ, എന്നാലേ കറക്റ്റ് ആയിട്ട് ഇവിടെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. സോറി, ഇവിടെ അല്ല, ഇവിടെ ഇതിന്റെ അകത്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇവിടെ എന്താണ്, ഞാൻ ഒന്നുകൂടെ വലുതാക്കുവാണ് സ്ക്രീന്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് നെയിമിന്റെ ഇനിഷ്യൽ വാല്യൂ നള്ളാക്കി വെച്ചു. ദെൻ നമ്മുടെ ഇൻപുട്ട് ഫീൽഡിന്റെ വാല്യൂ നെയിം ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ ഓൺ ക്ലിക്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് ഒരു ഇവന്റിനെ പാസ് ചെയ്തതിന് ശേഷം ആ ഒരു ഇവന്റ് ഡോട്ട് ടാർഗറ്റ് നമ്മൾ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മൾ സെറ്റ് നെയിം സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തു ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. ആ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ നള്ളാണെങ്കിൽ ഓരോ വട്ടം യൂസർ എൻ്റർ ചെയ്യുമ്പോഴും ആ വാല്യൂ അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ചേഞ്ച് ആകുന്ന വാല്യൂ നമ്മൾ പോയിട്ട് സ്റ്റേറ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സെറ്റ് നെയിമിനകത്ത് ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ കൊടുത്തു. ആ ഒരു നെയിമിനെ നമ്മൾ എന്ത് ചെയ്തു? അപ്ഡേറ്റ് ചെയ്തു എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമ്മളുടെ നെയിമിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റ ആയിട്ട് മാറി. ഓക്കെ, ഇത് ഇവിടെ നമ്മൾ എന്ത് ഡേറ്റാസ് സേവ് ചെയ്യാം. ഇവിടെ ഇത് നമ്മൾ സേവ് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ എന്ത് ഡേറ്റ എൻ്റർ ചെയ്താലും അത് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സ്റ്റേറ്റിനകത്തോട്ട് അത് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ സ്റ്റോർ ആവുന്നത് കേട്ടോ. ജാവാസ്ക്രിപ്റ്റ് പഠിച്ച ഏതൊരാൾക്കും നമുക്ക് കൺസോൾ ടാബിന്റെ യൂസ് അറിയാൻ പറ്റും. നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ കൺസോൾ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുമ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് അത് അറിയാൻ പറ്റും കൺസോൾ ടാബ് വഴി. സോ നമുക്ക് ഇവിടെ ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഡേറ്റ ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോ വട്ടം യൂസർ ഇവിടെ ഡേറ്റ എൻ്റർ ചെയ്യുമ്പോഴും അത് അവിടെ നെയിമിലോട്ട് സ്റ്റോർ ആയി അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്ന് ഞാൻ പറഞ്ഞു. സോ അത് നമ്മൾ എങ്ങനെ അറിയും അത് അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന്? ഞാൻ ഇവിടെ അത് ഒരു കൺസോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ കൺസോൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കർലി ബ്രേസസ് കൊടുക്കുക. കാര്യം നമ്മൾ നമ്മുടെ JSXനകത്ത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ കർലി ബ്രേസസ് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കൺസോൾ പറഞ്ഞു കൊടുക്കുകയാണ്. കൺസോൾ ഡോട്ട് ലോഗിന്റെ അകത്ത് നമ്മളുടെ ഈ ഒരു നെയിമിനെ വിളിച്ചു കൊടുക്കുകയാണ്. സോ നെയിമിൽ എന്തൊക്കെ അപ്ഡേറ്റ് നടക്കുമോ നമുക്ക് നോക്കാം. സോ സേവ് ചെയ്ത് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ റൈറ്റ് ക്ലിക്ക് നെക്കി ഇൻസ്പെക്ട് പോയിട്ട് അതിൽ ഇവിടെ കൺസോൾ ടാബിൽ വന്നു കഴിഞ്ഞാൽ വലുതാക്കാം. കൺസോൾ ടാബ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാനിവിടെ എൻ്റർ ചെയ്യാൻ പോവാണ്. പേര് മനു എന്ന് എൻ്റർ ചെയ്യണം, എം. സോ നമ്മളുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ എം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോയിട്ട് നമ്മളുടെ നെയിം എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് എം എന്തായിട്ടുണ്ട്? സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ യൂസർ ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ കൊടുത്തത് വഴി നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ എല്ലാം എന്താവുകയാണ് ചെയ്യുന്നത്? അവിടെ സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. എവിടോട്ടാണ് സ്റ്റോർ ആവുന്നത്? നമ്മളുടെ സ്റ്റേറ്റ് പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാര്യം എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ആയത് നമ്മുടെ സെറ്റ് നെയിം വിളിച്ചു സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിൻ്റെ അകത്താണ് ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ വാല്യൂവിനെ ടാർഗറ്റ് ചെയ്യുന്നത് വഴി ഈ ഒരു നെയിം എന്ന് പറയുന്ന സ്റ്റേറ്റിന് ഇവിടെ അവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എം എ കൊടുക്കുമ്പോൾ ഇവിടെ എമ്മും എയും എന്തായി? അവിടെ സേവ് ആയി. ദെൻ എമ്മും എയും കണ്ടോ? MAN അവിടെ സേവ് ആയി. ദെൻ യു നമ്മൾ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് നമ്മൾ നെയിമിനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സോ നെയിമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേണ്ടേ ഇങ്ങനെ ആയിരുന്നെങ്കിലോ നമ്മൾ കോഡ്സിനകത്ത് നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് ആണ് വരുന്നതെങ്കിലോ കോമയും കൂടെ കൊടുത്താല് നെയിം ഈസിനും കൂടെ ഒരു സ്ട്രിങ് വന്നിട്ട് നമ്മളുടെ നെയിം ഇവിടെ ഇതാവണം പറയുന്നത്. സോ റിസൾട്ട് എടുത്ത് നിങ്ങൾക്ക് കാണാൻ വെച്ച് ഇവിടെ നെയിം ഈസ് മനു എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കൊടുത്താലും അതിവിടെ എന്തായിക്കൊണ്ടിരിക്കും? സ്റ്റോർ ആയിക്കൊണ്ട് ഇരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഡേറ്റാന് നമ്മളുടെ റിയാക്റ്റില് കമ്പോണൻസ് ആണ് നമ്മളുടെ ഡേറ്റാന് ഫോമിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്പോണന്റ് സ്റ്റേറ്റിനകത്തായിരിക്കും അതിന്റെ ഡേറ്റാസ് ഇൻപുട്ട് ഡേറ്റാസ് പോയി സ്റ്റോർ ആവുന്നത്. അങ്ങനെ സ്റ്റോർ ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് വേണം.
സോ സ്റ്റേറ്റിന്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് empty ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ നമ്മളുടെ ഇൻപുട്ടിൽ വാല്യൂ ആയിട്ട് നെയിമിനെ സെറ്റ് ചെയ്തതിനു ശേഷം ഓൺ ചേഞ്ച് വെച്ചിട്ട് നമ്മളുടെ ഡേറ്റ യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റാനെ ട്രിഗർ ചെയ്തെടുത്തു. സേവ് ചെയ്തതിന് ശേഷം അത് നമ്മളുടെ സെറ്റ് നെയിം ഉള്ള ഫംഗ്ഷൻ അപ്ഡേറ്റ് വെച്ചിട്ട് ആ ഒരു സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പൊ ഇവിടെ ഒന്നും നടന്നിട്ടില്ല, ജസ്റ്റ് ഡേറ്റാനെ സ്റ്റോർ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡീഫോൾട്ട് ബിഹേവിയർ സംഭവിക്കുന്നത്. അങ്ങനെ ഡീഫോൾട്ട് ബിഹേവിയർ സംഭവിക്കുമ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം വീണ്ടും റിയാക്ട് വെച്ചിട്ട്. സോ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഇത്രയും മതി. ആ ഒരു യൂസ് സ്റ്റേറ്റ് ഹുക്കും പഠിക്കുക, ഇന്ന് ഇതും പഠിക്കുക, ഇത്രയും മതി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫോമിന്റെ ആ ഒരു ഹാൻഡ്ലിങ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ന് അത്യാവശ്യം വേണ്ടുന്ന കണ്ടന്റ് ആയിട്ടുണ്ട്. ഇന്നത്തേക്ക് എല്ലാം കൂടെ പഠിച്ചാല് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി പോകും. സോ ഇന്ന് ഇത്രയും മതി. ആൻഡ് നമ്മൾ യൂസ് സ്റ്റേറ്റ് ഇത് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ്, അതിൽ കുറച്ചും കൂടെ അഡീഷണൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ചും കൂടെ അഡീഷണൽ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആൻഡ് അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ദെൻ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ കാണുന്നവരെല്ലാവരും മസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാര്യം നമ്മളെ വീഡിയോ ബാക്കി നീഡി ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണം, കമന്റ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമേ എത്തത്തുള്ളൂ. സോ അപ്പം ഏകദേശം ഇത്രയേ ഉള്ളൂ. അപ്പം ടേക്ക് കെയർ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.